രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇപ്പൊ KSRTC ഈ പറയുന്ന കർണാടകയിലും ഈ പറയുന്ന പഞ്ചാബിലും ഡൽഹിയിലും എല്ലാം നടപ്പിലാക്കി, സ്ത്രീകൾക്ക് സൗജന്യ യാത്രയോട് നടപ്പിലാക്കി വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കർണാടകയിൽ ഇപ്പൊ ശക്തി പദ്ധതി ഏകദേശം 12,000 കോടി നഷ്ടത്തിലാണ് ഇപ്പൊ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ശമ്പളം പോലും കൊടുക്കാൻ അവർ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് പഞ്ചാബിലെ PRTCയും ഇതേ അവസ്ഥ തന്നെയാണ്. അവിടെയും കൃത്യമായി ശമ്പളം കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഡീസൽ അടിക്കുന്ന പമ്പുകൾ കൃത്യമായി പൈസ കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡൽഹിയിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഡൽഹി ഒരു നഗര കേന്ദ്രീകൃത ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അവിടെ ഫണ്ടുകൾ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് കാര്യമായിട്ട് പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് മാത്രമല്ല അനുകൂലിച്ചാണ് ഞാൻ അതിന്റെ സാധ്യതകൾ പറഞ്ഞു. എന്തുകൊണ്ട് മറ്റിടത്ത് കേരളത്തിൽ സാധിക്കുന്നില്ല പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യട്ടെ. പിന്നെ ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്താണെങ്കിൽ ഈ പറയുന്ന മെട്രോ റെയിൽ ആണെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ആണ്, അധികം ദൂരത്തിലേക്കല്ല പോകുന്നത്. പക്ഷെ കേരളത്തിലെ അവസ്ഥ എന്താ? അവിടുത്തെ റെയിൽവേ സംവിധാനങ്ങളും ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളും കേരളത്തിലെ കാര്യം, കേരളത്തിലെ ഗതാഗത ശൃംഖല മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ആദിവാസി ഊരുകളിലേക്ക് ഉൾപ്പെടെ, ഉൾവനങ്ങളിലേക്ക്, ഉൾഗ്രാമങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുന്നത് KSRTC ആണ്. പക്ഷെ ആ ഡൽഹിയിൽ അതേ ഗതാഗത ശൃംഖല അതേ മാതൃകയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത് ലോകത്തിൽ ഒരു സ്ഥലത്തും പൊതുഗതാഗതം ലാഭത്തിലല്ല. ഒരു സ്ഥലത്തും ലാഭത്തിലല്ല, എല്ലാ സ്ഥലത്തും സബ്സിഡി. എല്ലാ സ്ഥലത്തും സബ്സിഡിയാണ്. പൊതുഗതാഗതത്തിന്റെ ലക്ഷ്യം ലാഭമല്ല, ക്ഷേമമാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ആദ്യം ചർച്ചയിൽ സൂചിപ്പിച്ച സമയത്ത് പറഞ്ഞു, ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കുറെ പേർ ഹൃദയസമ്മനം വന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഇദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് പറഞ്ഞു, ഹിസ്റ്ററി ഇസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. ചരിത്രമെല്ലാം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഹിസ്റ്ററി ഇസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കും, ഇവർക്ക് 3 പേർക്കും കൂടെ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ KSRTC അസോസിയേഷൻ കൊടുത്ത റിപ്പോർട്ട് ഉണ്ട്. 22 KSRTCയിലെ പെൻഷൻ ജീവനക്കാർ പെൻഷൻ പോലും കിട്ടാതെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. അവരില്ല എന്ന് പറയട്ടെ. അവിടെ ഇവിടെ ഗോവിന്ദപിള്ള അടക്കം, ചെല്ലമ്മ അടക്കമുള്ള, മണിയൻ അടക്കമുള്ള ആളുകൾ KSRTCയിലെ പെൻഷൻ ജീവനക്കാർ, അവർക്ക് കൃത്യമായ രീതിയിലുള്ള പണം കിട്ടാത്തതിന് ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 24 പേർ. അവർ നടത്തിയ ആത്മഹത്യ അന്നത്തെ UDF-ന്റെ ഗവൺമെന്റ് നടത്തിയ ആത്മഹത്യ. അത് യൂണിയൻ എക്സ്പ്രസിൽ ഹൃദയ സമ്മർദ്ദം എന്ന് പറഞ്ഞു. ഇത് കൃത്യമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.